ഇപ്പോൾ ഈ നിമിഷത്തിൽ ഈ വീഡിയോ കാണാനിരിക്കുന്ന നിങ്ങൾക്ക് ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ഒരു ശാന്തതയാണോ? അല്ലെങ്കിൽ ഒരു ചുഴലിക്കാറ്റാണോ? പുറത്ത് നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും, പക്ഷേ ഉള്ളിൽ നിങ്ങൾ തകർന്നിരിക്കുകയല്ലേ? പുറത്ത് നിങ്ങൾ ധൈര്യമായി സംസാരിക്കുന്നവരായിരിക്കും, പക്ഷേ രാത്രി തലയിണയിൽ തലവയ്ക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നനയുന്നില്ലേ? ഇതാണ് മനുഷ്യജീവിതം. തോൽവി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യം തോന്നുന്നത് ഞാൻ അവസാനിച്ചു എന്നാണ്. ഒരു ജോലി നഷ്ടപ്പെട്ടാൽ നമ്മൾ നമുക്ക് തന്നെ വില കുറഞ്ഞവരാണെന്ന് കരുതുന്നു. ഒരു ബന്ധം തകർന്നു കഴിഞ്ഞാൽ എന്നെ ആരും സ്നേഹിക്കില്ല എന്ന് നമ്മൾക്ക് തോന്നുന്നു. ഒരു രോഗം വന്നാൽ ദൈവം എന്നെ മറന്നു എന്ന് തോന്നുന്നു. പക്ഷേ സത്യത്തിൽ എന്താണ് നടക്കുന്നത്? ജീവിതം നമ്മളെ ഒരു പുതിയ നിലയിലേക്ക് തള്ളുകയാണ്. പഴയ ചിന്തകൾ പൊളിഞ്ഞു പോകുകയാണ്. പഴയ അഹങ്കാരം പൊളിയാൻ പോവുകയാണ്. പഴയ ഭയം വെളിച്ചത്തിലേക്ക് വരാൻ പോവുകയാണ്. തോൽവി ഒരു ശിക്ഷയല്ല കൂട്ടുകാരെ, അത് ഒരു ശുദ്ധീകരണമാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തെ സമീപിക്കുന്നത് എന്തിനാണ്? നമ്മളുടെ പ്രശ്നം മാറാൻ, നമ്മളുടെ കഷ്ടം പോകാൻ, അല്ലെങ്കിൽ നമ്മളുടെ ശത്രുക്കളെ വീഴ്ത്താൻ. പക്ഷേ ദൈവം ചിലപ്പോൾ കഷ്ടം മാറ്റുന്നില്ല, അവൻ നമ്മളെ മാറ്റുകയാണ്. ഇത് മനസ്സിലാക്കുന്ന നിമിഷം തന്നെയാണ് ആത്മീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ തുടക്കം. നമ്മൾ ഭയപ്പെടുന്നത് എന്തിനാണ്? കാരണം നമുക്ക് എല്ലാം നിയന്ത്രിക്കാൻ തോന്നുന്നു. നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടപ്രകാരം മാത്രം നടക്കണം. നമ്മൾക്കൊരിക്കലും നഷ്ടം വരരുത്, നമ്മൾക്ക് വേദന അനുഭവിക്കരുത്. പക്ഷേ ജീവിതം നമ്മുടെ ഗുരുവാണ്. അത് നമ്മളെ പഠിപ്പിക്കും. നമ്മൾ പഠിക്കാൻ തയ്യാറല്ലെങ്കിൽ അത് കൂടുതൽ ശക്തമായിട്ട് പഠിപ്പിക്കും. ഇന്ന് സമൂഹത്തിൽ ഒരു വലിയ ഭയം വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരോ എന്തോ നിങ്ങൾക്ക് ചെയ്തു, നിങ്ങൾക്ക് ദോഷമുണ്ട്, നിങ്ങൾ ഈ മാന്ത്രികം ചെയ്തു നോക്ക്, ഇത് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം. ഇങ്ങനെ പറയും. ഭയം മനുഷ്യനെ അടിമയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭയം കൊണ്ടാണ് എല്ലാവരും ഓരോ ചതിക്കുഴിയിലേക്ക് പോകുന്നത്. ഭയം ഉള്ളിടത്ത് ഒരിക്കലും വിശ്വാസമുണ്ടാകില്ല. ഭയം ഉള്ളിടത്ത് ഒരു ദൈവാനുഭവവും ഉണ്ടാകില്ല. ദൈവം ഭയത്തിൽ വരില്ല കൂട്ടുകാരെ. അവൻ സ്നേഹത്തിലാണ് വരുന്നത്, അവൻ സമർപ്പണത്തിലാണ് വരുന്നത്, അവൻ ഉള്ളിലെ ശാന്തിയിലാണ് വരുന്നത്. നിങ്ങൾ ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ട് ചിലർ വലിയ നഷ്ടങ്ങൾക്കിടയിലും തകർന്നു പോകുന്നില്ല? എന്തുകൊണ്ട് ചിലർ പൂർണ്ണമായി തകർന്നു വീഴുന്നു? വ്യത്യാസം പുറത്തല്ല, വ്യത്യാസം നമ്മുടെ ഉള്ളിലാണ്. അകത്ത് ഉറച്ച നിലപാടുള്ള ഒരാൾക്ക് പുറത്തുള്ള ചുഴലിക്കാറ്റ് തകർക്കാൻ കഴിയില്ല. പക്ഷേ അകത്ത് ഭയമുള്ള ഒരാൾക്ക് ചെറിയ കാറ്റ് പോലും കൊടുങ്കാറ്റായിട്ട് തോന്നും. മന്ത്രം ചൊല്ലുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്, പൂജ ചെയ്യുന്നത് തെറ്റല്ല. ജപം, ധ്യാനം, വ്രതം ഇവ എല്ലാം മഹത്തായ മാർഗങ്ങളാണ്. പക്ഷെ അവ ഭയത്തിൽ നിന്നാണെങ്കിൽ അത് ഒരിക്കലും ഒരു ദൈവസ്നേഹമല്ല. അത് സുരക്ഷ തേടുന്ന മനസ്സിൻ്റെ അലമുറയാണ്. യഥാർത്ഥ ഭക്തി എന്താണ്? എന്തു വന്നാലും ഞാൻ വിട്ടുപോവില്ല, നീ എൻ്റേതാണ്, നീ എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന ആ ധൈര്യമാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്ര പരീക്ഷണം? പക്ഷെ ഒരു സത്യം നിങ്ങൾ അറിയണം, പരീക്ഷിക്കപ്പെടുന്നത് ദൈവം ഉപേക്ഷിച്ചതുകൊണ്ടല്ല, അവൻ നിങ്ങളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ സ്വർണമാണെങ്കിൽ തീയിൽ വയ്ക്കാതെ അത് ശുദ്ധമാകുമോ? നിങ്ങൾ ശക്തമായ ഒരു വൃക്ഷമാകണമെങ്കിൽ കാറ്റിനെ നേരിടാതെ വളരാൻ പറ്റുമോ? ഓരോ വേദനയും ഓരോ രൂപാന്തരമാണ്, ഓരോ നഷ്ടവും ഒരു പുനർജന്മമാണ്. നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ മാത്രം നോക്കരുത്, നിങ്ങൾ പഠിക്കേണ്ടതിനെ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതിനെ നോക്കുക, നിങ്ങൾ വളർന്നതിനെ നോക്ക്. ഒരു ബന്ധം തകർന്നപ്പോൾ നിങ്ങൾ കൂടുതൽ ബുദ്ധിമാനായില്ലേ? ഒരു ജോലി പോയപ്പോൾ നിങ്ങൾ കൂടുതൽ ശക്തിയായില്ലേ? നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? ഒരു രോഗം വന്നപ്പോൾ നിങ്ങൾ ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കിയില്ലേ? ഇതാണ് ദൈവത്തിൻ്റെ മാർഗം. നമ്മൾ പലപ്പോഴും പുറത്ത് പരിഹാരം തേടുന്നു, പക്ഷേ യഥാർത്ഥ പരിഹാരം ഉള്ളിലാണ്. നിങ്ങളുടെ ചിന്തകൾ മാറ്റ്, നിങ്ങളുടെ സമീപനം മാറ്റ്, നിങ്ങളുടെ പ്രതികരണം മാറ്റ്. ജീവിതം തീർച്ചയായിട്ടും മാറും. നിങ്ങൾ ഒരിക്കൽ ശാന്തമായിരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഭയം എന്താണ്? നിങ്ങളുടെ അഹങ്കാരം എന്താണ്? നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഇവയെ നേരിട്ട് കാണാൻ ഒരു ധൈര്യം വേണം. പക്ഷെ അവയെ കാണാതെ ആത്മീയതയില്ല. ദൈവം പുറത്തുള്ള ഒരു രൂപം മാത്രമല്ല കൂട്ടുകാരെ, അവൻ ഉള്ളിലെ ബോധമാണ്, അവൻ ഉള്ളിലെ ജാഗ്രതയാണ്. നിങ്ങൾ ഉള്ളിൽ ശുദ്ധമാകുമ്പോൾ പുറത്ത് ആരും നിങ്ങളെ തകർക്കാൻ കഴിയില്ല, ആർക്കും തകർക്കാൻ കഴിയില്ല. ജീവിതം ഒരു യുദ്ധമല്ല, അത് ഒരു യാത്രയാണ്. ആ യാത്രയിൽ തോൽവി ഒരു വഴിത്തിരിവ് മാത്രം, അതൊരിക്കലും ഒരു അവസാനമാകുന്നില്ല. ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക. ഞാൻ ഇനി ഭയത്തിൽ ജീവിക്കില്ല, എനിക്ക് ആരും ഒന്നും ചെയ്തിട്ടില്ല,
എന്നെ ആരും എന്നെ തകർക്കാൻ ശ്രമിക്കുന്നില്ല. എനിക്ക് ശത്രുക്കളായിട്ട് ആരുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ്. എനിക്കെൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദി ഞാൻ തന്നെയാണ്. ഈ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മന്ത്രമാണ്. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെയും വിശ്വസിക്കണം. ദൈവം നിങ്ങളെ പരാജയപ്പെടാൻ സൃഷ്ടിച്ചതല്ല. അവൻ നിങ്ങളെ പഠിക്കാനാണ് സൃഷ്ടിച്ചത്, വളരാനാണ് സൃഷ്ടിച്ചത്, പ്രകാശിക്കാനാണ് സൃഷ്ടിച്ചത്. തോൽവി വന്നപ്പോൾ ഓടരുത്, അതിനെ നോക്ക്, അതിൽ നിന്ന് പഠിക്ക്, അതിനെ നന്ദിയോടെ സ്വീകരിക്ക്. കാരണം ഒരു ദിവസം നിങ്ങൾ പിന്നോട്ട് നോക്കുമ്പോൾ ഇന്ന് നിങ്ങളെ വേദനിപ്പിച്ച ഈ നിമിഷം തന്നെയാണ് നിങ്ങളെ ഏറ്റവും ശക്തനായ ആളാക്കി മാറ്റിയത് എന്ന് നിങ്ങൾ തിരിച്ചറിയും. അതിനാൽ ഒരിക്കലും ഭയപ്പെടരുത്. മാന്ത്രികത്തിന് അടിമയാകരുത്. മന്ത്രത്തെ വ്യാപാരമാക്കുന്നവരുടെ അടുത്ത് പോയി കുടുങ്ങി നിൽക്കരുത്. സത്യമായ ആത്മീയതയോടെ ജീവിക്കുക. സ്നേഹിക്ക്, ക്ഷമിക്ക്, ധൈര്യമായി നിൽക്ക്. ദൈവം നിങ്ങളുടെ കൂടെയാണ്. അവൻ നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ ലോകത്തിന് നിങ്ങളെ തടയാൻ പറ്റില്ല. ഓർമ്മിക്കേണ്ടത്, തോൽവി ഇപ്പോഴും ഒരു ശാപമല്ല. അത് ദൈവം എഴുതുന്ന പുതിയ അധ്യായത്തിൻ്റെ തുടക്കമാണ് കൂട്ടുകാരെ. ഇപ്പോൾ വരെ നമ്മൾ സംസാരിച്ചത് തോൽവിയെക്കുറിച്ചാണ്. പക്ഷേ ഇനി നമ്മൾക്ക് കുറച്ച് ആഴത്തിൽ പോകാം. കാരണം തോൽവി പുറത്ത് സംഭവിക്കുന്ന ഒന്നല്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതാദ്യം നമ്മുടെ മനസ്സിലാണ് സംഭവിക്കുന്നത്. ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുന്നു, ഒരു വിഷയം സംഭവിക്കുന്നു, അത് നമുക്കിഷ്ടമല്ല. അപ്പോൾ മനസ്സതിന് ഒരു അർത്ഥം കൊടുക്കുന്നു. ഞാനിവിടെ പരാജയപ്പെട്ടു, എൻ്റെ ജീവിതം മോശമാണ്, എനിക്ക് ഭാഗ്യമില്ല. ഇതാണ് യഥാർത്ഥ പ്രശ്നം. ആ സംഭവമല്ല, അതിന് നാം കൊടുക്കുന്ന അർത്ഥമാണ് നമ്മളെ തകർക്കുന്നത്. ഒരു വിത്ത് മണ്ണിലിടുമ്പോൾ അത് ഇരുട്ടിലാകുകയല്ലേ. അതിന് മുകളിലൂടെ നമ്മൾ മണ്ണ് ഒഞ്ച് അടയ്ക്കും. അത് ചീഞ്ഞു പോകും. ആ ചീഞ്ഞു പോയി എന്ന് നമ്മൾക്ക് തോന്നും. പക്ഷേ അതാണ് ആ മുളപ്പിൻ്റെ തുടക്കം. ഇപ്പോൾ നിങ്ങൾ ഇരുട്ടിലാണെങ്കിൽ അതെന്തോ അവസാനമല്ല, അതൊരു മുളപ്പിൻ്റെ മുൻപുള്ള നിശബ്ദതയാണ്. നിങ്ങൾ ഒരിക്കൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളെല്ലാം നമ്മൾ കരഞ്ഞ നിമിഷങ്ങൾക്ക് ശേഷമാണ് വന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സംഭവം നിങ്ങളൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അന്ന് നഷ്ടമായത് ഇന്ന് നിങ്ങൾക്ക് സമാധാനം തരുന്ന ഏതെങ്കിലും ഒരു വിഷയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർത്തെടുക്കാനുണ്ടാവും. അപ്പോൾ ആ ദൈവത്തിൻ്റെ സാമീപ്യം അവിടെ നിങ്ങൾ അനുഭവിച്ചത് നിങ്ങൾക്ക് ഇപ്പോൾ അത് അനുഭവമായിട്ട് തോന്നും. നിങ്ങൾ പൂർണ്ണമായി തകർന്ന നിമിഷത്തിൽ നിങ്ങൾ ദൈവത്തെ ഏറ്റവും സത്യസന്ധമായി വിളിച്ചിട്ടില്ലേ? അത് ഒരു ചടങ്ങായിരുന്നില്ല, അതൊരു കരച്ചിലായിരുന്നു, അത് ഒരു ആത്മസമർപ്പണമായിരുന്നു. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. നമുക്ക് പഠിപ്പിച്ചത് എന്താണ്? ഒരു ദോഷം വന്നാൽ ആരോ എന്തോ ചെയ്തു. ഒരു തടസ്സം വന്നാൽ ഗ്രഹദോഷമാണ്. ഒരു നഷ്ടം വന്നാൽ ശത്രുവിൻ്റെ കണ്ണാണ്. പക്ഷേ ഒരു നിമിഷം സത്യമായി നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ, നമ്മുടെ അഹങ്കാരം, നമ്മുടെ അതിര് കടന്ന ആഗ്രഹങ്ങൾ, നമ്മുടെ അസഹിഷ്ണുത, ഇവയെക്കുറിച്ച് നാം എത്ര തവണ ചിന്തിച്ചു? ആത്മീയത എന്നത് മറ്റൊരാളെ കുറ്റം പറയുവാൻ വേണ്ടിയല്ല, അത് സ്വയം നോക്കലാണ്. ദൈവം നമ്മളെ ശിക്ഷിക്കാൻ ഇരിക്കുന്നില്ല കൂട്ടുകാരെ. അവൻ നമ്മളെ ബോധവാന്മാരാക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യൻ പണം മാത്രമേ ലക്ഷ്യമാക്കി ജീവിച്ചു കഴിഞ്ഞാൽ ഒരു നഷ്ടം വന്നാൽ അവർ തകർന്നു പോകും. പക്ഷേ ജീവിതത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിയ ഒരാൾക്ക് പണം പോയാലും അവർ തകർന്നു പോവില്ല. ഇന്ന് സമൂഹത്തിൽ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ഉള്ളിൽ ശൂന്യരാണ്. പുറത്തെല്ലാമുണ്ട്, പക്ഷേ ഉള്ളിൽ നമ്മൾക്ക് ശാന്തിയില്ല. അതിനാലാണ് ചെറിയൊരു പ്രശ്നം പോലും വലിയ കൊടുങ്കാറ്റാകുന്നത്. നിങ്ങൾ ഉള്ളിൽ ഉറച്ചു നിന്നാൽ പുറത്ത് ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. ശിവനെക്കുറിച്ച് ഒരു വലിയ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വലിയ സത്യമുണ്ട്. അവൻ ശ്മശാനത്തിൽ താമസിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ അവസാനത്തെ ഭയവും കടന്ന് നിൽക്കുന്ന ഒരു ബോധമാണ്, മരണത്തെയും പേടിക്കാത്ത അവസ്ഥ. ആ ബോധം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ജീവിതത്തിലെ ചെറിയ നഷ്ടങ്ങൾ പോലും, അല്ലെങ്കിൽ ഒരു ചെറിയ നഷ്ടം നമ്മളെ ഒരിക്കലും കുലുക്കില്ല, നമ്മളെ ഒരിക്കലും അത് തകർക്കില്ല. നമ്മൾ ഭയപ്പെടുന്നത് എന്തിനാണ്? നഷ്ടപ്പെടുമോ എന്ന ഭയം, നിന്ദിക്കപ്പെടുമോ എന്ന ഭയം, ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയം. പക്ഷേ സത്യത്തിൽ ഒറ്റപ്പെടൽ ചിലപ്പോൾ ഒരു അനുഗ്രഹമാണ്. അത് നമ്മളോട് പരിചയപ്പെടുത്തുന്നു. നിങ്ങൾ ഒരിക്കൽ ശാന്തമായി ഇരുന്ന് നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്യാതെ, ഒന്നും ചോദിക്കാതെ വെറുതെ ഇരുന്നിട്ടുണ്ടോ? ആ നിശബ്ദതയിൽ ഒരു ശക്തിയുണ്ട്, ഒരു സാക്ഷിബോധമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. പുറത്ത് വലിയ പൂജകൾ നടത്തുന്നത് എളുപ്പമാണ്, പക്ഷേ ഉള്ളിലെ അഹങ്കാരം കാണുന്നത് കഠിനമാണ്.
അതാണ് ആർക്കും പറ്റാത്തത്. പുറത്ത് മന്ത്രം ചൊല്ലുന്നത് എളുപ്പമാണ്, പക്ഷെ ഉള്ളിലെ ഭയത്തെ സമ്മതിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ശക്തനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭയത്തെ നേരിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നോക്ക്, എനിക്ക് എന്താണ് പേടി എന്ന് ചോദിക്കുക. അതിനെ അംഗീകരിക്കുക. അത് ഓടിപ്പോകും. ജീവിതത്തിൽ ഒരുപാട് ആളുകൾ നിങ്ങളെ വിട്ടുപോകാം. ചിലർ വേദനിപ്പിക്കും, ചിലർ തെറ്റായി നിങ്ങളെ മനസ്സിലാക്കും. പക്ഷേ ഇതെല്ലാം ഒരു പരിശീലനമാണ്. നിങ്ങൾ കൂടുതൽ പക്വനാകാൻ വേണ്ടി. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ പലതവണ വീഴില്ലേ? അമ്മ അതിനെ ശപിക്കുമോ? ഇല്ല, അവൾ വീണ്ടും എഴുന്നേൽപ്പിക്കും. പക്ഷേ എഴുന്നേൽപ്പിക്കുന്നതിന് മുൻപ് ആ വീണ് കിടക്കുന്ന കുഞ്ഞിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അടിയാണ് കൊടുക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ആ കുഞ്ഞിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആശ്വസിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ദൈവവും നമ്മളോട് ചെയ്യുന്നത്. നിങ്ങൾ വീണാൽ അവൻ നിങ്ങളെ ശപിക്കില്ല. അവൻ വീണ്ടും എഴുന്നേൽക്കാൻ അവസരം നൽകുകയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. വീണത് മറ്റൊരാളുടെ മേൽ കുറ്റം ചുമത്താൻ വേണ്ടിയല്ല, വീണത് പഠിക്കാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ വേദന ഒരു ദിവസം മറ്റൊരാൾക്ക് ആശ്വാസമാകാൻ പോകുന്നു. നിങ്ങളുടെ അനുഭവം മറ്റൊരാളുടെ വെളിച്ചമാകും. അതുകൊണ്ട് നിങ്ങളുടെ വേദനയെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത്. അതിനെ ആദരിക്കൂ. അതിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരു വലിയ തോൽവിയിൽ ആണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു അപേക്ഷ മാത്രം പറയുന്നു. ഓടരുത്, ഒഴിവാക്കരുത്, ഒന്നിനും അടിമയാകരുത്. ഇതൊരു ഘട്ടം മാത്രമാണ്. നിങ്ങളുടെ കഥ ഇതിൽ അവസാനിക്കുന്നില്ല. ഒരു ദിവസം നിങ്ങൾ തന്നെ നിങ്ങളെ കണ്ട് അതിശയിക്കും. ഇത്ര ശക്തി എനിക്കുണ്ടായിരുന്നോ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ഇരുട്ട് നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം കണ്ടെത്താൻ വേണ്ടിയാകണം. അതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടരുത്. മാന്ത്രികത്തേക്കാൾ വലിയ ശക്തി നിങ്ങളുടെ ബോധമാണ്. മന്ത്രത്തേക്കാൾ വലിയ ശക്തി നിങ്ങളുടെ വിശ്വാസമാണ്. ദൈവം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല കൂട്ടുകാരെ. അവൻ നിങ്ങളെ വളർത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു നിമിഷം നിങ്ങൾ കണ്ണടച്ച് ചിന്തിക്കുക. നിങ്ങൾ ഇതുവരെ അതിജീവിച്ച എല്ലാ കഷ്ടപ്പാടുകളും അവയെല്ലാം നിങ്ങൾ കടന്നു പോയില്ലേ? അപ്പോൾ ഇതും കടന്നു പോകും. കാരണം നിങ്ങൾ ഒരിക്കലും ദുർബലരല്ല. നിങ്ങൾ പഠിച്ചു വളരുന്ന ഒരു ആത്മാവാണ്. തോൽവി നിങ്ങളെ ഒരിക്കലും ഒന്നിനോടും നിർവചിക്കുന്നില്ല. നിങ്ങളുടെ പ്രതികരണമാണ് നിങ്ങളെ നിർവചിക്കുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം ഭയത്തിലല്ല, ബോധത്തിലാണ് ജീവിക്കേണ്ടത്. മഹാദേവൻ, ഈ പ്രപഞ്ചനാഥൻ, ഈ പ്രപഞ്ചശക്തി, മഹാദേവൻ പരമശിവൻ ഒരു രൂപം മാത്രമല്ല. അവൻ ധൈര്യമാണ്, അവൻ നിശബ്ദതയാണ്, അവൻ ഉള്ളിലെ തീയാണ്. ആ തീയെ ഉണർത്ത്. അത് കത്തട്ടെ. അത് നിങ്ങളുടെ ഭയത്തെ ചാരമാക്കും തീർച്ചയായിട്ടും. ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് നിങ്ങളുടെ ജീവിതത്തോടുള്ള ഒരു സംഭാഷണമായിരുന്നു. നിങ്ങളുടെ തോൽവിയോടുള്ള ഒരു പൊതുവായനയായിരുന്നു. പ്രപഞ്ചത്തെയും ശിവനെയും ചേർത്തുള്ള ഒരു തിരിച്ചറിവായിരുന്നു. ഇപ്പോൾ അവസാനിക്കാൻ പോകുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രം ചോദിക്കട്ടെ. ഇത്ര വലിയ പ്രപഞ്ചം, അനന്തമായ ഗാലക്സികൾ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഈ ഭൂമി, ഈ ശരീരം, ഈ ശ്വാസം, ഇതെല്ലാം നടക്കുമ്പോൾ നിങ്ങളുടെ ഒരു ചെറിയ തോൽവി അതിനേക്കാൾ വലിയതാണോ? ഈ പ്രപഞ്ചം ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല. ഭഗവാൻ മഹാദേവൻ്റെ നൃത്തം ഒരു നിമിഷം പോലും നിർത്തുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ജീവിതവും നിൽക്കില്ല. ഇന്ന് നിങ്ങൾ ഇരുട്ടിലായിരിക്കാം, പക്ഷേ പ്രപഞ്ചത്തിൻ്റെ നിയമം പറയുന്നു, ഇരുട്ട് ഒരിക്കലും സ്ഥിരമല്ല. പ്രകാശം വരും. ഇന്ന് നിങ്ങൾ തകർന്നിരിക്കുന്നവരായിരിക്കാം, പക്ഷേ ശിവതത്വം പറയുന്നു, സംഹാരം കഴിഞ്ഞാൽ സൃഷ്ടി ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അധ്യായം അടഞ്ഞു കഴിഞ്ഞാൽ അത് പുസ്തകം തീർന്നു എന്ന് അർത്ഥമല്ല കൂട്ടുകാരെ. പുതിയ അധ്യായം തുടങ്ങാനാണ്. നിങ്ങൾ ഇനി ഭയത്തിൽ ജീവിക്കേണ്ടതില്ല. ആരോ എന്തോ ചെയ്തു എന്ന ആശങ്കയിൽ ജീവിക്കേണ്ടതില്ല. മാന്ത്രികത്തിൻ്റെയും സംശയത്തിൻ്റെയും അടിമയായി ജീവിക്കേണ്ടതില്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു വിശാലമായ ആകാശമുണ്ട്. അവിടെ ശാന്തതയുണ്ട്, അവിടെ ധൈര്യമുണ്ട്, അവിടെ മഹാദേവനുണ്ട്. ഒരു നിമിഷം കണ്ണടച്ച് ശ്വാസം ആഴത്തിൽ എടുക്കുക. അത് പുറത്തുവിടുക. ആ ശ്വാസത്തിനിടയിലെ നിശബ്ദതയെ ശ്രദ്ധിക്കുക. അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഹൃദയമിടിപ്പ്. അതാണ് ഈ മഹാദേവൻ്റെ സ്പന്ദനം. നിങ്ങൾ ഒരിക്കലും ഒറ്റയാളല്ല. നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ടവനല്ല. നിങ്ങൾ ഈ അനന്ത നൃത്തത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇന്നു മുതൽ തോൽവിയെ കണ്ട് അഞ്ചാതെ, ഇരുട്ടിനെ കണ്ട് പേടിക്കാതെ, സംഹാരത്തെ കണ്ട് വിറയ്ക്കാതെ. കാരണം മഹാദേവൻ സംഹാരത്തിൽ തന്നെ സൃഷ്ടിയുടെ വിത്ത് വിതയ്ക്കുന്നവനാണ്. പ്രപഞ്ചം ഓരോ തകർച്ചയിലും പുതിയ രൂപം കണ്ടെത്തുകയാണ്. നിങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെയാണ് കൂട്ടുകാരെ. നിങ്ങൾ വീണാൽ എഴുന്നേൽക്ക്. നിങ്ങൾ കരഞ്ഞാൽ ചിരിക്കാൻ പഠിക്ക്. നിങ്ങൾ തകർന്നാൽ പുതിയതായി പിറക്ക്. ഇതാണ് ഭഗവാൻ മഹാദേവൻ്റെ വഴി.
ഇതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിയമം. ഇതാണ് യഥാർത്ഥമായ ആത്മീയത. ഇന്ന് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു തീ പകരട്ടെ. ഭയം കത്തിച്ച് ചാരമാക്കുന്ന ഒരു തീ, ധൈര്യം നൽകുന്ന ഒരു പ്രകാശം. നിങ്ങൾ ശക്തരാണ്, നിങ്ങൾ അനുഗ്രഹീതരാണ്, നിങ്ങൾ ശിവതത്വത്തിൻ്റെ ഭാഗമാണ്. ഇതൊരിക്കലും നിങ്ങൾ മറക്കരുത്. ഓം നമഃ ശിവായ.